ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തത്, കൂടെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കും. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഈ സമയത്തൊന്നും നമുക്ക് ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതാ സവോളയെല്ലാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ആ പച്ച ടേസ്റ്റ് അങ്ങ് മാറുന്നവരെ വേണം വഴറ്റി കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിൻ്റെ ആ പച്ച ടേസ്റ്റെല്ലാം നല്ലപോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കും. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ 2 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഇതുപോലെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, കൂടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പില കട്ട് ചെയ്തെടുത്തതും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ കൊണ്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് വേണം. ഞാൻ ഇതുപോലെ കുറച്ച് ബ്രെഡ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റെല്ലാം ആവി കയറ്റി എടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും നമ്മൾ ആവി കയറ്റേണ്ട ആവശ്യമില്ല. ബ്രെഡ് നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ നിന്നും ഓരോ ബ്രെഡ് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത ആ ഫില്ലിംഗ് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ സെൻറ്ററിൽ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ടയുടെ പീസിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ച മുട്ടയുടെ മിക്സിൽ നിന്നും ഇതുപോലെ ഈ ബ്രെഡിൻ്റെ സൈഡിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മുട്ടയുടെ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് മറ്റൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബ്രെഡ് ആവിയേറ്റി എടുത്തത് കൊണ്ട് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒട്ടി നിന്നോളും. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ സെൻറ്ററിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത മുട്ട വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഇതുപോലെ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ബ്രെഡും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ബാക്കിയുള്ളത് എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത്
ഇനിയൊരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഈ പാൻ്റെ എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ച ആ മുട്ടയുടെ മിക്സിലേക്ക് റെഡിയാക്കി എടുത്ത ഓരോ ബ്രെഡും ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതുപോലെ പാനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കും. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. ബാക്കിയുള്ള ബ്രെഡ് എല്ലാതും നമുക്കിതുപോലെ തന്നെ മുട്ടയുടെ മിക്സിലേക്ക് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതിപ്പം എല്ലാ ബ്രെഡും മുട്ടയുടെ മിക്സിലേക്ക് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. 2 സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കും. അങ്ങനെ ഇതിപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മൊരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.